മഹാനും ഭയങ്കരനുമായി ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവുമായ നമ്മുടെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സകല ചരാചരങ്ങൾക്കും കാരണഭൂതനായ നമ്മുടെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമുക്കൊരുമിച്ച് ഇങ്ങനെ ഈ പ്രത്യേക സമയം തിരുവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ ദൈവം അവസരം നൽകിയല്ലോ. സ്തോത്രം. ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ഒരിക്കൽ കൂടെ വന്ദനങ്ങൾ. നാം ഒരുമിച്ച് തിരുവെഴുത്തുകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ക്രിസ്തുവിന്റെ കാന്തയായ സഭ കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു എന്ന പ്രയോഗമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അത് എങ്ങനെയാണ്, അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പാപിയുടെ ദൈവസന്നിധിയിലെ അവസ്ഥ. ഒരു പാപിയുടെ ദൈവസന്നിധിയിലെ അവസ്ഥ. പാപം ചെയ്ത വ്യക്തി ദൈവീക കോടതിയുടെ മുമ്പിൽ വിതൗട്ട് ഡിഫൻസ്, പ്രതിവാദമില്ലാത്തവനായി നിൽക്കുകയാണ്. അവന് പാപിയായി, പാപത്താൽ നീതിവസ്ത്രം നഷ്ടപ്പെട്ട നഗ്നനായി, അതിനാൽ തന്നെ ലജ്ജിതനായി, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായി, നിസ്സഹായനായി, പ്രതിവാദമില്ലാത്തവനായി നിൽക്കുകയാണ്. ഇതാണ് ഒരു പാപിയുടെ അവസ്ഥ. നമുക്കറിയാം, ഏദനിൽ ആദം ഹൗവമാർ പാപം ചെയ്തപ്പോൾ അവർക്ക് ആദ്യം അവർ നഗ്നരാണെന്ന തോന്നലും അത് നിമിത്തം നാണം തോന്നുകയും ചെയ്തു. നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു, അവർക്ക് ലജ്ജ തോന്നി. അത് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കാലൊച്ച കേട്ട് അവർ ഭയപ്പെട്ടു. അവർ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ശ്രമിച്ചു. ഈ പാപം വരുത്തുന്ന ഒരു അവസ്ഥയാണ് നഗ്നത, ലജ്ജ, ഡിപ്രാവിറ്റി, ദൈവത്തിൽ നിന്നും അകന്ന് നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. So this is the very condition of a sinner before God. A sinner, naked, ashamed, helpless, defenseless, condemned. ആ നിലയിൽ ലോസ്, നഷ്ടപ്പെട്ടവനായി നിൽക്കുകയാണ് പാപി. അങ്ങനെ ഒരു പാപി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവം ആദ്യം അവനെ യേശുക്രിസ്തുവിന്റെ നീതി വസ്ത്രം ധരിപ്പിച്ച് അവന്റെ നഗ്നത മാറ്റുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം മാനസാന്തരപ്പെടുന്ന ഒരു പാപിക്ക് ദൈവം സൗജന്യമായി നൽകുന്ന വസ്ത്രമാണ് നീതി വസ്ത്രം, ദ റോബ് ഓഫ് റൈച്ചസ്നെസ്. അത് നിമിത്തം അവൻ രക്ഷാവസ്ത്രം, റോബ് ഓഫ് സാൽവേഷൻ ലഭിക്കുന്നു.
അപ്പോൾ ദൈവത്തിന്റെ സഭ എന്ന് വെച്ചാൽ സഭയിലെ ഓരോ വിശ്വാസിയും, സഭയിലെ ഓരോ ക്രിസ്തു ശിഷ്യനും ഇങ്ങനെ വ്യക്തിപരമായ രക്ഷ അനുഭവം ഉള്ളവരായതുകൊണ്ട് അവർ ഓരോരുത്തരും കർത്താവിൽ നിന്ന് നീതി വസ്ത്രം ലഭിച്ച് നഗ്നത മാറിയവരാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരുവൻ ഈ ഭൂമിയിലായാലും നിത്യതയിലായാലും നഗ്നരായിരിക്കില്ല. 2 കൊരിന്ത്യർ 5 പൗലോസ്ലീഹ അതാണ് പറയുന്നത്. നാം നഗ്നരായിട്ടല്ല. അപ്പോൾ ക്രിസ്തുവിന്റെ കാന്തയ്ക്ക് ഏറ്റവും ആദ്യം ദൈവം തന്നെ സൗജന്യമായി നൽകിയ വസ്ത്രമാണ് നീതി വസ്ത്രം, റോബ് ഓഫ് റൈച്ചസ്നെസ്. അതിന് നമുക്ക് ചെലവൊന്നുമില്ല എന്ന് വിചാരിച്ച് അത് വിലയില്ലാത്തതോ അത് മൂല്യമില്ലാത്തതോ അല്ല. നമുക്ക് അത് സൗജന്യമായി കിട്ടിയെന്നേ ഉള്ളൂ. ദൈവത്തിന് അതിനുവേണ്ടി ഒരു വലിയ വില മുടക്കേണ്ടി വന്നു. അത് തൻ്റെ ഏകജാതനായ പുത്രനാണെന്ന് നമുക്കറിയാം. ആ നീതി വസ്ത്രം നമ്മെ ധരിപ്പിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു തൻ്റെ മഹിമയുടെ വസ്ത്രം, ദൈവത്വത്തിന്റെ മഹത്വത്തെ ഉരിഞ്ഞു വെച്ചിട്ട് നമ്മെപ്പോലെ ഭൂമിയിൽ വന്നു, പിറന്നു, ജീവിച്ചു. ഏറ്റവും ഒടുവിൽ ക്രൂശിൽ നഗ്നനായി നഗ്നതയേറ്റു മരിച്ചു. സ്തോത്രം. യേശു ജനിച്ചപ്പോൾ നഗ്നത മറയ്ക്കാൻ മനുഷ്യക്കുഞ്ഞുങ്ങൾക്കുള്ളതുപോലെ ശീലകൾ ചുറ്റി. എന്നാൽ ക്രിസ്തു മാനവജാതിയുടെ മുഴുവൻ പാപവും ശാപവും തൻ്റെ മേൽ ഏറ്റുകൊണ്ട് മരിച്ചപ്പോൾ കർത്താവിനെ ഉടുപ്പിക്കുവാൻ ഒരു ശീലയുമില്ലായിരുന്നു. അതുകൊണ്ട് ആ കാഴ്ച ഒന്ന് മങ്ങിക്കുവാൻ വേണ്ടി സൂര്യൻ തന്നെ ഇരുണ്ടുപോയി എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. സ്തോത്രം. സൂര്യൻ ഇരുണ്ടു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി എന്നാണ് വായിക്കുന്നത്. സൂര്യൻ ഇരുണ്ടു. അപ്പോൾ അങ്ങനെ ക്രിസ്തു തൻ്റെ ജീവനെ മറുവിലയായി നൽകിക്കൊണ്ട്, പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നുകൊണ്ട്, നമുക്ക് വേണ്ടി നീതിയുടെ വസ്ത്രം ആ ക്രൂശിൽ നെയ്തെടുത്തു. നമുക്ക് സൗജന്യമായിട്ടാണ് ലഭിക്കുന്നതെങ്കിലും ദൈവത്തിന് ഒരു വലിയ വില നൽകേണ്ടതായിട്ട് വന്നു. നമുക്ക് റേഷൻ എല്ലാവരും വാങ്ങാറില്ലായിരിക്കും. എന്നാലും നമുക്ക് റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങൾ വിലക്കുറവിന് ലഭിക്കുന്നത്. പക്ഷേ സബ്സിഡി നമുക്ക് ലഭിക്കുന്നെങ്കിലും ആ സബ്സിഡി തുക നമുക്ക് വേണ്ടി സർക്കാർ അടച്ചിട്ടുണ്ട്. ഇപ്പം കൊറോണയുടെ വാക്സിൻ നമുക്ക് സൗജന്യമായിട്ടാണ് ലഭിച്ചത്. പക്ഷേ സർക്കാർ അതിൻ്റെ വില അടച്ചു. അത് നിമിത്തം പൗരന്മാർക്ക് അത് സൗജന്യമായിട്ട് ലഭിച്ചു. ദൈവം നമ്മുടെ നീതീകരണത്തിന്റെ വില മുഴുവനും കൊടുത്തു. അതുകൊണ്ട് നമുക്കത് സൗജന്യമായിട്ട് ലഭിച്ചു. അപ്പോൾ കുഞ്ഞാടിന്റെ കാന്തയായ സഭ കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന പ്രയോഗം, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന വാക്യം, അതാണ് നാം ചിന്തിക്കുന്നത്. ക്രിസ്തു
ക്രൂശിൽ മരിച്ചതിനാൽ നമുക്ക് ലഭ്യമായ യേശുക്രിസ്തുവിന്റെ നീതി വസ്ത്രമാണ് സൗജന്യമായി ഏറ്റവും ആദ്യം ഒരു വിശ്വാസി ധരിക്കുന്നത്. എന്നാൽ അതേ തുടർന്ന് നമ്മെ നീതി വസ്ത്രം ധരിപ്പിച്ച് നമ്മെ നീതിയുടെ വഴിയിലേക്ക് കർത്താവ് ഇറക്കി വിടുകയാണ്. ഇനിയും നമുക്ക് ആ നീതിയിൽ അഭ്യസിച്ച് തികഞ്ഞവരായി തീരണം. അതാണ് നാം 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ വായിക്കുന്നത്. 2 Timothy 3:16 and 17. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. നീതിയിലെ അഭ്യാസത്തിനും 4 കാര്യങ്ങൾക്ക് ദൈവവചനം ഉപയോഗിക്കുന്നതായിട്ടാണ് ആ വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്. ഉപദേശം, ശാസനം, ഗുണീകരണം, നീതിയിലെ അഭ്യാസം. അത് നിമിത്തം അവൻ ആരായിത്തീരുന്നു? thoroughly equipped for every good work. തികഞ്ഞവനായിത്തീരുന്നു. സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായിത്തീരേണ്ടത്. അപ്പൊ ഈ 4 പ്രക്രിയകളിലൂടെ അതിൽ 4-ാമത്തേതാണ് നീതിയിലെ അഭ്യാസം. നാം വിശ്വസിക്കുന്ന മാത്രയിൽ, മാനസാന്തരപ്പെടുന്ന മാത്രയിൽ കർത്താവ് നമ്മെ നീതീകരിക്കുന്നു. എന്നിട്ട് നീതിയുടെ വഴിയിലേക്ക് നമ്മെ ഇറക്കി നിർത്തുന്നു. ഇനിയും നമുക്ക് നീതിയുടെ പാതകളിൽ ഓടേണം. എന്നിട്ട് നാം തികഞ്ഞവർ ആയിത്തീരണം. അതിനുള്ള കടമ, ഉത്തരവാദിത്വം നമുക്കും കൂടെ ഉണ്ട്. സ്തോത്രം. എല്ലാം ദൈവം ചെയ്തോളും എന്നും പറഞ്ഞ് നമുക്ക് കയ്യും കെട്ടിയിരിക്കുവാൻ കഴിയില്ല. താൻ പാതി ദൈവം പാതി എന്ന തത്വമല്ലിവിടെ. അങ്ങനെ ആരും ചിന്തിക്കരുത്. നമ്മുടെ ഇടയിൽ ഒരു പറച്ചിലാണല്ലോ, താൻ പാതി ദൈവം പാതി. അതല്ല. God's gifts and human responsibilities. It is not that we don't have any responsibility and everything is the gift of God. No. എല്ലാം ദൈവത്തിന്റെ സൗജന്യദാനമാണ്, ദൈവത്തിന്റെ കൃപാദാനമാണ്. നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്ന ഒരു പാസീവ് അപ്രോച്ച്, ഒരു നിരുത്തരവാദിത്വപരമായ സമീപനം നമ്മൾ ഉണ്ടാകരുത്. പകരം നമുക്ക് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുവാനായിട്ടുണ്ട്. അതിന്റെ ഒരു തുടക്കം ഇന്നലെ കണ്ടിരുന്നല്ലോ. നാം രക്ഷിക്കപ്പെടുന്നു, മാനസാന്തരപ്പെടുന്നു, വീണ്ടും ജനിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മുടെ പാപം, നമ്മിലുള്ള പാപം മരിക്കുന്നില്ല. നമ്മിലുള്ള പാപം മരിക്കുന്നില്ല. പകരം നമ്മൾ പാപത്തിന് മരിച്ചവരായിത്തീരുകയാണ്. When we become God's children, when we are born again, it is not that the indwelling sin dies.
but rather we become dead to sin. Rather, we have to count ourselves dead to sin. റോമർ 6:11 വാക്യത്തിൽ നമുക്കറിയാം. സ്തോത്രം. ആകയാൽ നിങ്ങളെ തന്നെ പാപത്തിന് മരിച്ചവരെന്ന് എണ്ണുവിൻ. Count yourself dead to sin. Reckon that you are dead. Act as you are dead. Live as you are dead. Dead to sin. സ്തോത്രം. നിങ്ങളെ തന്നെ കണക്കാക്കുക, എണ്ണുക. സ്തോത്രം. എന്തെണ്ണണം? എങ്ങനെ എണ്ണണം? പാപത്തിന് മരിച്ചവരാണ്, പാപത്തോട് മരിച്ചവരാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പോ പാപത്തിൽ ജീവിച്ചു, പാപത്തിൽ മരിച്ചിരുന്നു. എഫേസ്യർ 2:1 Ephesians 2:1 you were dead in trespasses and sins. നിങ്ങൾ പാപത്തിൽ, അധർമ്മത്തിൽ, അകൃത്യത്തിൽ മരിച്ചവരായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴോ പാപത്തോട് മരിച്ചവരാകുന്നു. ഈ രണ്ട് മരണങ്ങൾ മറക്കരുത്. ഡെഡ് ഇൻ സിൻസ് ആൻഡ് ഡെഡ് അൺടു സിൻസ്. We were dead in sins and trespasses in our pre-Christian status. But we become dead to sins once we are born again. നാം വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് അകൃത്യത്തിലും അധർമ്മങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. എന്നാൽ വീണ്ടും ജനനാനന്തരം നാം പാപത്തിന് മരിച്ചവരായിത്തീരുകയാണ്. പാപത്തിന് മരിച്ചവരായിത്തീരുന്നു. പാപം എന്താണെന്ന് നമുക്ക് ഓർമ്മ കാണുമല്ലോ. Is it some actions or some nature? പാപം ചില പ്രവർത്തികളാണോ അതോ പ്രകൃതമാണോ? സ്തോത്രം. നേച്ചർ. ഇത് പ്രകൃതമാണ്. Not pravarti, not some actions. Of course, there are actions also, but rather sin is an innate nature found in our lives. ഒരു ജന്മനാ ഉള്ള പ്രകൃതമാണ് നമ്മിൽ കാണപ്പെടുന്ന പാപം. It is a living reality present in the members of our body, which compels us to rebel against God's sovereign nature and will. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു നിർവചനമാണിത്. പാപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരമമായ പ്രകൃതത്തോടും ദൈവത്തിന്റെ പരമമായ സ്വഭാവത്തോടും എതിരിടത്തക്കതുപോലെ, മത്സരിക്കത്തക്കതുപോലെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ കാണപ്പെടുന്ന ഒരു സ്വാഭാവിക യാഥാർത്ഥ്യമാണ് പാപം.
മനസ്സിലായി കാണുമല്ലോ. എന്താണ് പാപം? നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ കുടികൊള്ളുന്ന ഒരു യാഥാർത്ഥ്യം. എന്തു ചെയ്യുന്നു? ദൈവത്തിന്റെ സോവറിൻ നേച്ചർ ആൻഡ് സോവറിൻ വിൽ, പരമമായ പ്രകൃതത്തോടും പരമമായ സ്വഭാവത്തോടും നമ്മെ കൊണ്ട് മത്സരിപ്പിക്കുന്നു. ഇതാണ് പാപം ചെയ്യുന്നത്. എവിടെ കാണപ്പെടുന്നു? നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ. ഏതെല്ലാം അവയവങ്ങളിൽ? എല്ലാ അവയവങ്ങളിലും. എല്ലാ അവയവങ്ങളിലും കാണപ്പെടുന്ന, കുടികൊള്ളുന്ന ഒരു യാഥാർത്ഥ്യമാണ് പാപം. അങ്ങനെ പാപം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നു എന്നാ പറഞ്ഞ? ദൈവഹിതത്തിന് വിപരീതമായി. ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ദൈവത്തിന്റെ പരമമായ പ്രകൃതത്തിനും ദൈവത്തിന്റെ പരമമായ ഹിതത്തിനും എതിരായി മത്സരിക്കുവാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ നമ്മെ നിർബന്ധിക്കുമാറ് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ കുടികൊള്ളുന്ന, വസിക്കുന്ന ഒരു യാഥാർത്ഥ്യം, പച്ച സത്യമാണ് പാപം. കിട്ടിയല്ലോ? വാട്ട് ഈസ് ഗാഡ്സ് സോവറിൻ നേച്ചർ? ദൈവത്തിന്റെ പരമമായ പ്രകൃതം എന്ന് പറഞ്ഞാൽ ഹോളിനെസ്. യാ, ദൈവത്തിന്റെ വിശുദ്ധി, പരിശുദ്ധി. ഗാഡ്സ് സോവറിൻ വിൽ മീൻസ് പരമമായ ഇച്ഛയോ? നമ്മുടെ ശുദ്ധീകരണം. നമ്മുടെ ശുദ്ധീകരണം. യെസ്, അവർ സാങ്ക്ടിഫിക്കേഷൻ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ, നമ്മുടെ, എന്റെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധിക്കെതിരെയും നമ്മുടെ വിശുദ്ധീകരണമെന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരെയും നമ്മെ കൊണ്ട് ഇങ്ങനെ മത്സര സ്വഭാവമുള്ളവരാക്കുക. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിലും ഇതങ്ങ് കുടികൊള്ളുകയാണ്. ജന്മനാ നമ്മൾ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫോളൻ നേച്ചർ ഓഫ് മാൻ, മനുഷ്യന്റെ വീഴ്ച വന്ന പ്രകൃതമെന്ന് വിളിക്കുന്നത്. ഫോളൻ നേച്ചർ, വീഴ്ച വന്ന പ്രകൃതം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ പാപം വസിക്കുന്നു. First Peter 2:11. First Peter 2:11. 1 പത്രോസ് 2:11 വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരമാർത്ഥികളും നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുന്നതോടും. മതി. എന്താണ് അവിടെ പറയുന്നത്? പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അപ്പോൾ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ, ഇതാണ് പാപം. അത് നമ്മിൽ വസിക്കുന്നു. ഈ വീണ്ടെടുക്കപ്പെടാത്ത വീഴ്ച വന്ന ശരീരത്തിൽ ഈ പാപം വിത്തും മുളയും കതിരും ഒക്കെ ആയിട്ട് വസിക്കുന്നു. പക്ഷേ
നാം രക്ഷിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? We become dead to sin. റോമാലേഖനം 6-ാം അധ്യായം അതാണ് പറയുന്നത്. 11-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കണ്ടത്, കൗണ്ട് യുവേഴ്സ് സെൽഫ്, നിങ്ങളെ തന്നെ എണ്ണുക. എങ്ങനെ എണ്ണണം? ഡെഡ് ടു സിൻ, പാപത്തിന് മരിച്ചവർ. ഓൾസോ alive to God in Christ Jesus. alive to God in Christ Jesus. Count. നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളെ എണ്ണണം. അപ്പോഴും നിങ്ങൾ മൊത്തമായും പാപത്തിന് മരിച്ചോ? ഇല്ല. കൗണ്ട്, എണ്ണുക, നിങ്ങളെ അങ്ങനെ കരുതുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപത്തിന് മരിച്ചവരാണ് എന്ന് നമ്മെ തന്നെ കണക്കാക്കിക്കൊണ്ട് ജീവിക്കുക. എന്നിട്ടാണ് 12-ാം വാക്യത്തിൽ പറഞ്ഞത്, പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഇനിയും വാഴരുത്. ഇന്നലെ നമ്മൾ അതിനെ കുറിച്ച് കണ്ടിരുന്നു. എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, yield yourself. 13-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി. പാപത്തിന് you should not voluntarily submit yourself unto sin. പാപത്തിന് നിങ്ങളെ തന്നെ, അല്ലെങ്കിൽ പാപത്തിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട്, ആയുധങ്ങളായിട്ട്, ഉപകരണങ്ങളായിട്ട് നിങ്ങളുടെ ശരീരാവയവങ്ങളെ സമർപ്പിക്കരുത്. The endowments you have in your body, the endowments you have in your personality, never ever yield them, never ever surrender them, give them as instruments for sin, for unrighteousness, for uncleanness, for disobedience, for rebellion. പാപത്തിന്, അനുസരണക്കേടിന്, അശുദ്ധിക്ക്, അനീതിക്ക്, മത്സര സ്വഭാവത്തിന് നിങ്ങളെ തന്നെ അടിമകളാക്കി സമർപ്പിക്കരുത്. നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ പാപത്തിന്, അനീതിക്ക് ആയുധങ്ങളായി സമർപ്പിക്കരുത്. സ്തോത്രം. പകരം ദൈവത്തിന്, നീതിക്ക് ആയുധങ്ങളായി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. പാപം നമ്മുടെ മർത്യ ശരീരങ്ങളിൽ വാഴാതെ നാം അനുവദിക്കുക എന്നാൽ, വാഴാൻ അനുവദിക്കാതിരിക്കുക എന്നാൽ അതിനർത്ഥം എന്താ? Put the sin nature starve to death. ഈ പാപപ്രകൃതത്തെ, നമ്മുടെ ശരീരാവയവങ്ങളിൽ കുടികൊള്ളുന്ന പാപപ്രകൃതത്തെ നാം പട്ടിണിക്കിട്ട് കൊല്ലുക. അതിന്റെ മോഹങ്ങളെ നിവർത്തിക്കാതിരിക്കുക. എന്നല്ലേ നമ്മൾ വായിച്ചിരുന്നല്ലോ ഗലാത്യർ 5-ാം അധ്യായം 16 മുതൽക്കുള്ള വാക്യങ്ങൾ എന്ന്. ജഡത്തിന്റെ മോഹങ്ങളെ അനുസരിക്കാതിരിക്കുക, അതനുസരിച്ച് നടക്കാതിരിക്കുക.
സ്തോത്രം. അപ്പോ ഇങ്ങനെ നാം യേശുക്രിസ്തുവിന്റെ നീതിവസ്ത്രം സൗജന്യമായി ധരിച്ചതിന് ശേഷം, ദൈവമക്കളായ ശേഷം, പുതുജനനം അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച ശേഷം, നാം ഇങ്ങനെ പാപത്തിന് മരിച്ചവരായി നമ്മളെ തന്നെ കണ്ടുകൊണ്ട്, നമ്മുടെ ശരീര അവയവങ്ങളിൽ വസിക്കുന്ന പാപം നമ്മുടെ മേൽ ഭരണം നടത്താൻ, വാഴാൻ അനുവദിക്കാതെ ദൈവത്തിന് വിശുദ്ധിക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, പാപത്തിന്റെ ആയുധങ്ങളായി നമ്മുടെ അവയവങ്ങളെ വിട്ടു നൽകാതെ, ആത്മാവിനാൽ ജഡത്തിന്റെ മോഹങ്ങളെ മരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. 2 പദങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അവിടെ. മരിപ്പിക്കുക എന്നതാണ്. ആരോ ഒരാൾ ഒരിക്കൽ പറഞ്ഞതുപോലെ, മരവിപ്പിക്കുകയല്ല, മരിപ്പിക്കുക. അനസ്തേഷ്യ കൊടുത്ത പോരാ, പിന്നെ കൊല്ലണം. put to death. മരവിപ്പിക്കാൻ പറ്റും നമുക്ക്. ഇപ്പം ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അനസ്തേഷ്യ തരും. പലതരത്തിലെ അനസ്തേഷ്യ ഉണ്ട്. ഓപ്പറേഷന്റെ തീവ്രത അനുസരിച്ച് ഓരോന്നും ചെയ്യും. നമ്മളിപ്പം പല്ലെടുക്കാൻ പോകുകയാണെങ്കിൽ ജനറൽ അനസ്തേഷ്യ ഒന്നും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഭാഗമൊക്കെ മരവിപ്പിക്കുകയുള്ളൂ. കുറച്ച് കഴിയുമ്പം മരവിപ്പീര് മാറും. ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചില്ല, ഹെഡിങ് കണ്ടതേ ഉള്ളൂ. ഓപ്പറേഷന്റെ ഇടയ്ക്ക് ആളിന് ബോധം തെളിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ വായിച്ചില്ലത്, ഹെഡിങ് മാത്രമേ കണ്ടുള്ളൂ. മരവിപ്പിച്ചതാ, പക്ഷെ മരവിപ്പരങ്ങ് പോയി. കാട്ടാനയെയും സിംഹത്തെയും കടുവായെയും ഒക്കെ മയക്കുവെടി വെച്ച് പിടിച്ച് ചികിത്സിക്കാറൊക്കെ ഉണ്ട്. അവർ നോക്കിക്കൊണ്ടായിരിക്കുന്നത് എപ്പോഴെങ്കിലും ഇതിന് ബോധം തെളിയുന്നുണ്ടോ. സിംഹത്തെയും കരടിയെയും ഈ വൈൽഡ് അനിമൽസിനെ, ഈ വന്യമൃഗങ്ങളെ പിടിച്ച് ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിന്റെ അനസ്തേഷ്യയുടെ ഇഫക്റ്റ് പോയാൽ, അതിന്റെ മയക്കം വിട്ടുണർന്നാൽ ഗതി എന്താ? തിരുവത്താഴത്തിന്റെ സമയത്ത് ആ ഞായറാഴ്ച നമ്മൾ ഈ പാപത്തിന്റെ സ്വഭാവങ്ങളെയൊക്കെ ഒന്ന് മരവിപ്പിക്കും അല്ലെ? അന്ന് വൈകുന്നേരത്തോടുകൂടെ മരവിപ്പൊക്കെ അങ്ങ് മാറും, പിന്നെ നോർമലാവും. ഡിസംബർ 31-നും മരവിപ്പിക്കും. പക്ഷെ തിരുവെഴുത്ത് പറയുന്നത് മരിപ്പിക്കുക, put to death. ഇനി എഴുന്നേൽക്കാത്തതുപോലെ, ഉണരാത്തതുപോലെ ആ പാപപ്രകൃതങ്ങളെ മരിപ്പിക്കണം. സ്തോത്രം. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ് നാം ഇന്നലെ ഗലാത്യ ലേഖനത്തിൽ വായിച്ചത്. ആത്മാവിനാൽ, by the Spirit of God. ആത്മാവിനാൽ. മറ്റൊന്നാണ് because of
the implanted word of God. സ്തോത്രം. Yes, of course, living in the Spirit, walking in the Spirit, led by the Spirit. That means in and by the Holy Spirit. ആത്മാവിനാൽ ജീവിക്കുക, ആത്മാവിൽ ജീവിക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിൽ എന്ന അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജീവിതം എങ്ങനെ നമുക്ക് സാധ്യമാകും? ഒന്ന്, ബൈ ദ ഹോളി സ്പിരിറ്റ്. നാം ഇന്നലെയും ഇന്നിപ്പോ പറഞ്ഞു, ഇന്നലെ നമ്മൾ വായിച്ചത് കൊണ്ട് ഇന്ന് വായിപ്പിക്കാഞ്ഞത് ഗലേഷ്യൻസ് 5:16 ഫോളോയിങ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലെ വാക്യം ഒന്ന് വായിച്ചേ. മലയാളത്തിൽ ആ വാക്യം പിരിച്ചെഴുതിയിരിക്കുന്നത് there is no condemnation. Oh, now no condemnation to them which are in Christ Jesus, who walk not after the flesh, but after the Spirit. Yeah. മലയാളത്തിൽ ആ വാക്യം നമുക്ക് പിരിച്ചെഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ചിലരൊക്കെ പറയാറുണ്ട് അപൂർണമാണെന്ന്. അപൂർണമല്ല, ട്രാൻസ്ലേഷനിൽ വന്നപ്പോഴത്തെ വ്യത്യാസമേ ഉള്ളൂ. മലയാളത്തിൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പാണ്, പൂർണ്ണവിരാമമാണ്. എന്നാൽ 4-ാമത്തെ വാക്യത്തിലാണ് മലയാളത്തിൽ അതുള്ളത്. ജഡത്തെ അല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മൾ. ഇംഗ്ലീഷിൽ 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം മലയാളത്തിലെ 4-ാം വാക്യത്തിന്റെ 1-ാം ഭാഗം. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലെ ഇതുപോലെ തന്നെയാണ് ഹിന്ദിയിലും. ഹിന്ദി ഉണ്ടോ ആരുടെ എല്ലാം കയ്യിൽ? റോമർ 8-ന്റെ 1-ാമത്തെ വാക്യം. कोई निंदा नहीं परमेश्वर के न्याय कार्य को संदर्भित करता है, जिसमें वह मसीह के बलिदान में उनके विश्वास के कारण विश्वासियों को दोषी नहीं घोषित करता है. ഞാൻ മലയാളത്തിൽ ഇതുപോലെ തന്നെ ഡിജിറ്റൽ ആയിരിക്കും വായിച്ചല്ലേ? യാ. सब अब जो मसीहा यीशु में है उन पर दंड की आज्ञा नहीं, क्योंकि वे शरीर के अनुसार नहीं वरन आत्मा के अनुसार चलता है. യാ. ഹിന്ദിയിലും ഇംഗ്ലീഷിലേതുപോലെ തന്നെയാണ്. सो अब जो मसीह यीशु में है उन पर दंड की आज्ञा नहीं, क्योंकि वे शरीर के अनुसार नहीं परंतु आत्मा के अनुसार चलते. അപ്പം ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവേശുവിലുള്ളവർക്ക് കണ്ടംനേഷൻ, ശിക്ഷാവിധി ഇല്ലാത്തത്. അപ്പം റോമർ 8-ാം അധ്യായവും ഗലാത്യർ 5-ാം അധ്യായവും ഈ കാര്യം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് കുഞ്ഞാടിന്റെ കാന്തയായി, കുഞ്ഞാടിന്റെ കല്യാണത്തിന് നമ്മെ തന്നെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാപത്തിന് മരിച്ചവരായിക്കൊണ്ട്
നീതിക്ക്, ദൈവത്തിന്, വിശുദ്ധിക്ക് ജീവിക്കുന്നവരായി തീരുക. അതിന് ഒന്നാമത് ഡിവൈൻ പ്രൊവിഷൻസ്, ദൈവം അതിനു വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള ഒന്നാമത്തെ ഘടകമാണ് പരിശുദ്ധാത്മാവ്. ആത്മാവിനെ നാം അതുകൊണ്ട് അനുസരിച്ച് നടക്കണം. ആത്മാവിന് നമ്മൾ വിധേയപ്പെടണം. ഇവിടെയുള്ള ഈ ആത്മാവ് എന്ന് പറയുന്നത് എല്ലാം പരിശുദ്ധാത്മാവിനെയല്ലേ പറയുന്നത്? ഈ എല്ലാം ആകണമെന്നില്ല. അല്ല, ഈ 8-5 ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനും ഉള്ളതും എന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ നോക്കിക്കേ ആ സ്പിരിറ്റിന്റെ എസ് എങ്ങനെയാണെന്ന്. ക്യാപിറ്റൽ. അപ്പൊ ദൈവാത്മാവിന്റെ സ്വഭാവം അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാ പറയുന്നത്. ഈ 8-ാമത്തെ അധ്യായം 4 മുതൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ 1 തൊട്ട് ഏതാണ്ട് അവസാനം വരെ എന്ന് പറയാം. പ്രത്യേകിച്ച് അതിന്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ. അതിനുശേഷവും ഉണ്ട്, പക്ഷെ ചുരുക്കം. ഒരു ആത്മീയന്റെ 10-15 സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് നമ്മെ തന്നെ ഒരുക്കിയെടുക്കാൻ വേണ്ടി തന്നിട്ടുള്ള ദാനമാണ് ഒന്നാമത്തേത് പരിശുദ്ധാത്മാവ്. രണ്ടാമത്തേതാണ് ഉൾനട്ടതായ ദൈവത്തിന്റെ വചനം. പാപം ചെയ്യാതിരിപ്പാൻ, പാപത്തോട് മരിച്ചവരായിരിക്കാൻ നമുക്ക് സഹായകമാകുന്ന, അതിനുവേണ്ടി ദൈവം തന്നിട്ടുള്ള രണ്ടാമത്തെ ദാനമാണ് ദൈവവചനം. ആ വചനവും പുറത്ത് വെച്ചിരിക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വചനമല്ല. അതായത് ഒരു പുസ്തക രൂപത്തിലുള്ള വചനത്തെ കുറിച്ചല്ല പറയുന്നത്. പിന്നെന്താ? ഉൾനട്ട ദൈവത്തിന്റെ വചനം. ഉൾനട്ട ദൈവത്തിന്റെ വചനം. യാക്കോബിന്റെ ഭാഷയാ അത് കേട്ടോ. ഉൾനട്ട. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചായിരുന്നു തോന്നുന്നേ, അതോ മറ്റെവിടെയെങ്കിലും ആണോ വായിച്ചത്? James 1:21. Yeah. And receive with meekness the engrafted word which is able to save your souls. Praise God. അതോടൊപ്പം തന്നെ 1 യോഹന്നാൻ 3:9 വാക്യവും കൂടെ. 1 John 3:9. No one born of God makes a practice of sinning, for God's seed abides in him, and he cannot keep on sinning because he has been born of God. We are born of God. God's seed is the word. And because that word is implanted in us, we cannot sin. We get a special strength to overcome sinful nature. അപ്പോൾ ഈ വിശുദ്ധീകരണത്തിനായി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള രണ്ടാമത്തെ വലിയ ദാനമാണെന്ത്? വേർഡ് ഓഫ് ഗാഡ്. അതിനാണ് നാം ദൈവവചനം പഠിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നാം തിരുവെഴുത്തുകൾ വായിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പുസ്തക രൂപത്തിലെ വചനത്തെ കുറിച്ചല്ല. ഇനിയും വീട് മുഴുവനും പുസ്തകം മേടിച്ചു വെച്ചാലും പ്രയോജനമൊന്നുമില്ല. ഒരു ബൈബിളിന്റെ ഗോഡൌണിലാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് പാപം പിശാചും നമ്മളെ തൊടത്തില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. ബൈബിളിന്റെ ഗോഡൌണിലാണ് നമുക്ക് ജോലി. ബൈബിൾ അടിക്കുന്ന പ്രസ്സിലാണ് ജോലി. ഒരു പ്രയോജനമില്ല.
പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന വചനം നമ്മുടെ അകത്ത് ജീവനായിട്ട് പ്രവേശിക്കണം. അതാണ് സങ്കീർത്തനത്തിൽ 119 സങ്കീർത്തനത്തിൽ നമുക്ക് പരിചയമുള്ള വാക്യം ഉണ്ടല്ലോ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ നാം സ്വീകരിച്ചാൽ വെറുതെ ബൈ ഹാർട്ട് ചെയ്യുന്നത് കൊണ്ടും ഹൃദയസ്ഥമാക്കുന്നത് കൊണ്ടും കാര്യമില്ല. If we apply the word in our lives, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ അനുസരിക്കുവാൻ നാം തയ്യാറായാൽ പാപം ചെയ്യാതെ കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ആ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കണം. ഹീസ് അവർ മെന്റർ, ഹീസ് അവർ പാരാക്ലീറ്റേ. ആശ്വാസപ്രദനെന്നും പറഞ്ഞ് നമ്മളെ ഇങ്ങനെ തല്ലിപ്പൊത്തി ആശ്വസിപ്പിച്ച് നടത്തുമെന്നല്ല അതിന്റെ അർത്ഥം. സ്തോത്രം. ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നു. മറ്റൊന്നാണ് the hope we have. Another provision for our holiness, for preparing ourselves, making ourselves ready for the marriage of the Lamb as the bride. കാന്ത എന്ന നിലയിൽ നമ്മുടെ കാന്തന്റെ വിവാഹത്തിനായി തന്നെ തന്നെ ഒരുക്കുന്നതിന് ദൈവം തന്നിട്ടുള്ള മൂന്നാമത്തെ പ്രധാന ഘടകമാണ് ക്രിസ്തീയ പ്രത്യാശ, ക്രിസ്ത്യൻ ഹോപ്പ്. The true Christian hope is a sanctifying hope. സ്തോത്രം. 1 യോഹന്നാൻ 3:3, 1 John 3:3. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം വായിച്ചോ സിസ്റ്ററെ, ഷീല സിസ്റ്റർ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. കണ്ടോ? അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം ക്രിസ്തു നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഏതാ പ്രത്യാശ നമുക്കുള്ളത്? ക്രിസ്തുവിൽ. 2-ാം വാക്യത്തിൽ പറയുന്നതാണ്. പ്രത്യക്ഷനാകുമ്പോൾ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, താൻ ഇരിക്കും പോലെ തന്നെ അവൻ പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനാകും. 2, നാം നമ്മുടെ കർത്താവിനെ താൻ ഇരിക്കും പോലെ കാണും. 3, നാം ക്രിസ്തുവിനോട് സദൃശന്മാരാകും. സ്തോത്രം. ഈ പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിനാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും നമ്മൾ അതായിരുന്നു 2-3 ദിവസം മുൻപ് വായിച്ചത്. 2 പത്രോസ് 3:9 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. ഇങ്ങനെ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ അങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ആ ദൈവ ദിവസത്തിനായി കാത്തിരുന്നു ബന്ധപ്പെടുത്തിയും കൊണ്ട് എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. യേശുക്രിസ്തു വരും. നമ്മളെ കർത്താവ് തന്റെ കൂടെ കൊണ്ടുപോകും. നാം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. നാം നമ്മുടെ കർത്താവിനോട് സദൃശന്മാരാകും.
നമ്മുടെ കർത്താവിനെ താൻ ഇരിക്കും പോലെ നമ്മൾ കാണും എന്നൊക്കെയുള്ള പ്രത്യാശ തിരുവെഴുത്തിൽ നമുക്കുള്ളത്. സ്തോത്രം. കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാ? അങ്ങനെ ആകാൻ വേണ്ടി നമ്മെ തന്നെ ഒരുക്കാൻ. സ്തോത്രം. നമ്മെ തന്നെ ഒരുക്കാൻ. That means the promise and the hope, the promise of the coming of the Lord, the hope of the coming of the Lord, they are actually sanctifying hope. നമ്മെ വിശുദ്ധീകരിക്കുന്ന പ്രത്യാശയാണത്. സ്തോത്രം. ആ പ്രത്യാശ ഉണ്ടെങ്കിൽ യോഹന്നാൻ പറഞ്ഞു, നാം യേശുക്രിസ്തു നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ നിർമ്മലീകരിക്കും. ഇവിടെയും ഒക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ ഉത്തരവാദിത്വം, അവർ റെസ്പോൺസിബിലിറ്റി. ആ ദൈവം ഒരുക്കിക്കോളുമെന്നും പറഞ്ഞ് നിരുത്തരവാദികളായി കഴിയുവാനല്ല. വേറെയും ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഈ 3 ഊന്നൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും വചനം അനുസരിച്ച് ജീവിക്കുകയും ക്രിസ്തുവിന്റെ വരവും അനുബന്ധമായ നമ്മുടെ രൂപാന്തരവും ഒക്കെ നമ്മുടെ പ്രത്യാശയായിരിക്കുകയും ചെയ്താൽ നമുക്ക് കുഞ്ഞാടിന്റെ കല്യാണത്തിനായി നമ്മെ തന്നെ ഒരുക്കുവാൻ സാധിക്കും. സ്തോത്രം. പിന്നെ ഇതുകൊണ്ടൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലെങ്കിൽ, ഇത് പോരാ എന്ന് വന്നാൽ തമ്പുരാൻ വേറെ ഒരു ശകലം പരിപാടി ചെയ്യും. ഒരു കൊച്ചു പരിപാടി. അതിന്റെ പേരാണ്, ഇവിടെ കിട്ടിയ ആർക്കെങ്കിലും? ബാലശിക്ഷ. ബാലശിക്ഷ. ആബ്സല്യൂട്ട്ലി. ചാസൈസ്മെന്റ്. ബാലശിക്ഷ. തിരുവത്താഴ സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നിങ്ങളെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അതിന് മുമ്പൊരു ഭാഗമുണ്ട്, നാം ലോകത്തോടു കൂടെ നശിച്ചു പോകാതെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. എബ്രായ ലേഖനം 12:5 മുതൽക്കുള്ള വാക്യങ്ങളിലും നാം അത് കാണുന്നു. പ്രത്യേകിച്ച് അതിന്റെ 10ാമത്തെ വാക്യത്തിൽ കാണുന്നു, നാം ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിപ്പാനത്രേ അവൻ നമ്മെ ശിക്ഷിക്കുന്നത്. God chastens us more often that we may not be condemned with the world. ലോകത്തോടു കൂടെ നാം ശിക്ഷാവിധിയിൽ അകപ്പെടരുത്. God chastens us that we may attain the holiness of God. Pardon? Share in his holiness. Yes, share in his holiness. We may share in his holiness. അപ്പോൾ
നാം ആത്മാവിന് കീഴ്പ്പെടുന്നില്ലെങ്കിൽ, വചനം അനുസരിക്കുന്നില്ലെങ്കിൽ, പ്രത്യാശ നമ്മിൽ ഈ വിശുദ്ധീകരണ പ്രക്രിയ കൊണ്ടുവരുന്നില്ലെങ്കിൽ ദൈവം നമ്മെ ബാലശിക്ഷകൾ കഴിക്കും. അത് ചിലപ്പോൾ രോഗങ്ങളായിട്ടാകാം, ഒറ്റപ്പെടുത്തലുകളായിട്ടാകാം, മാനസികമായ പ്രയാസങ്ങളിലൂടെ നമ്മെ നയിക്കുന്നതിലൂടെ ആകാം. ഇതൊക്കെ ദൈവം ചെയ്യുന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ, നാം ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കുക. വി മേ ഷെയർ ഇൻ ഹിസ് ഹോളിനെസ്. Until and unless we share in his holiness, we cannot share in his glory. നാം ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ തേജസ് പ്രാപിക്കുവാനും കഴിയുകയില്ല. സ്തോത്രം. 1 Peter 5:10, 1 പത്രോസ് 5:10 വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? ദൈവം തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. God has called us for his eternal glory. Even though we may go through a bit of afflictions, അല്പകഷ്ടങ്ങൾ, അല്പകാലത്തേക്കുള്ള for a short while we may go through afflictions. അത് തന്നെയാണ് നാം വേറെ ഒത്തിരി ഭാഗങ്ങളിൽ വായിക്കുന്നത്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. സ്തോത്രം. 17ന്റെ അവസാന ഭാഗമാണ്. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. തിമോഥെയോസിനുള്ള ലേഖനത്തിലും പൗലോസ് അക്കാര്യം പറയുന്നു. നാം സഹിച്ചാൽ കൂടെ വാഴും. സ്തോത്രം. നാം സഹിച്ചാൽ കൂടെ വാഴും. സ്തോത്രം. 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിലാണ്. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. എന്നിട്ട് പറയുന്നു, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. അപ്പം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നീതിയുടെ വസ്ത്രം സൗജന്യമായി ദൈവത്തിൽ നിന്നും പ്രാപിച്ച നാം മനഃപൂർവമായി നീതിയുടെ വഴികളിൽ നടക്കണം. ആത്മാവിനെ അനുസരിച്ച്, വചനം പ്രമാണിച്ച്, നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന പ്രത്യാശയെ ഓർത്തുകൊണ്ട് എപ്പോഴും നമ്മുടെ കണ്ണ് അതിൽ തന്നെ പതിഞ്ഞിരിക്കണം. പോരാതെ കർത്താവ് തരുന്ന ബാലശിക്ഷകളെ സന്തോഷത്തോടുകൂടെ സഹിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഇടയില് ടാലന്റ് ടെസ്റ്റ് എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന കോമ്പറ്റീഷൻസ് ഉണ്ട്. മിക്കവാറുമൊക്കെ സ്ഥലങ്ങളിൽ റിസൾട്ട്
പറയുന്നതിന് മുമ്പ് തന്നെ ട്രോഫികളും മെഡലുകളും ഒക്കെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കും. അത് കണ്ട് അതിനോടൊരു മോഹം വരാനാണ്. പല സ്പോർട്സ് ആൻഡ് ഗെയിംസ്, പ്രത്യേകിച്ച് ഫുട്ബോൾ, ക്രിക്കറ്റ് പോലെയൊക്കെയുള്ള കളികൾ, കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് ക്യാപ്റ്റന്മാർക്കും ട്രോഫിയുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ പറയുക, കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് അവരുടെ ഉള്ളിൽ ഒരു ആശ ജനിപ്പിക്കുക. സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമുക്ക് പ്രത്യാശ നൽകിയിരിക്കുന്നത് ആ പ്രത്യാശയ്ക്കായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്പമെങ്കിലും വ്യക്തമായോ എങ്ങനെയാണ് നാം നമ്മെ തന്നെ ഒരുക്കുന്നത് എന്ന്? അതിന് ദൈവം എന്ത് തന്നിരിക്കുന്നെന്ന്, നാം എന്ത് ചെയ്യണമെന്ന് ഒരു ചെറിയ ചിത്രം. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ, സംശയങ്ങളുണ്ടോ? സ്തോത്രം. എങ്കിൽ നമുക്കും ഈ പ്രത്യാശയുടെ പങ്കാളികളാണ് നാം എന്നുള്ളതിനാൽ നമ്മെ തന്നെ ഒരുക്കാം. ലോകം നമുക്ക് യോഗ്യമല്ല. ഈ ലോകത്തെ മാലിന്യങ്ങൾ ഏറി വരുന്നു, പാപവും അശുദ്ധിയും വർദ്ധിച്ചു വരുന്നു. പക്ഷേ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നാം ലോകത്തിലാണെങ്കിലും ലോകക്കാരല്ല. ലോകം നമ്മിലേക്ക് പ്രവേശിക്കാതെ നാം ക്രിസ്തുവുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ, എത്രയും വേഗം സംഭവിപ്പാനിരിക്കുന്ന ക്രിസ്തുവിന്റെ വരവിനും കുഞ്ഞാടിന്റെ കല്യാണത്തിനും വേണ്ടി നമുക്കൊരുങ്ങാം. മറ്റനേകരെ ഒരുക്കാം. ആ വലിയ പ്രത്യാശയാൽ നമ്മെ ദൈവം ഇനിയും ഉള്ള നാളുകളിലും ജയത്തോടെ നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ.